എണ്ണശേഖരം കൊണ്ട് സമ്പന്നമായ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ചാണകം ഇറക്കുമതി ചെയ്യുന്നതായി റിപ്പോർട്ട്. അടുത്തിടെ കുവൈറ്റ് ഇന്ത്യയിൽ നിന്ന് 192 മെട്രിക് ടൺ ചാണകം ഇറക്കുമതി ചെയ്യാൻ ഓർഡർ നൽകിയിരുന്നു. ഈ ഓർഡർ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതോടെ വിവിധ അറബ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ചാണകം ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. എന്നാൽ എന്തിനു വേണ്ടിയാണ് വൻതുക ചിലവഴിച്ച് ഇന്ത്യയിൽ നിന്ന് ചാണകം ഇറക്കുമതി ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾ മുതിരുന്നത് എന്ന് അറിയാമോ? ചാണകം ഇറക്കുമതി ചെയ്യുന്നതിന് പിന്നിൽ അടുത്തിടെ കാർഷിക രംഗത്തെ ശാസ്ത്രജ്ഞന്മാർ കൃഷിമേഖലയിൽ ചാണകത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് ചില കണ്ടെത്തൽ നടത്തിയിരുന്നു. ഈന്തപ്പന വിളകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന ഒന്നാണ് ചാണകമെന്നാണ് അവർ കണ്ടെത്തിയത്. ചാണകം വളമായി നൽകുന്നതോടെ പഴത്തിന്റെ വലുപ്പത്തിലും മൊത്തത്തിലുള്ള ഉൽപാദന അളവും ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതായി അവർ കണ്ടെത്തി. ഇതോടെ കുവൈറ്റിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ചാണകത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു. ചാണകം ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾക്ക് ഇത് ഗുണമായി മാറുകയാണ്. 300 ദശലക്ഷം പശുക്കൾ ഇന്ത്യയിൽ ഏകദേശം ഉണ്ടെന്നാണ് കണക്ക്. ഇവയിൽ നിന്ന് ഓരോ ദിവസവും 30 ദശലക്ഷം ടൺ ചാണകം ലഭ്യമാകും. ഇന്ത്യയിൽ പശുവിൻ ചാണകം ഉണക്കി ഇന്ധനമായാണ് പ്രാഥമികമായി ഉപയോഗിക്കുന്നത്. ചൈന, UK പോലുള്ള രാജ്യങ്ങൾ ചാണകത്തിൽ നിന്ന് വൈദ്യുതി, ബയോഗ്യാസ് എന്നിവ ഉണ്ടാക്കുന്നുമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കാർഷിക ആവശ്യത്തിനും ചാണകം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. 1 കിലോ ചാണകത്തിന്റെ വില അത്ര വലിയ വിലയൊന്നും ലഭിക്കുന്ന ഒന്നല്ല ചാണകം. നിലവിൽ ഇന്ത്യയിൽ 30 മുതൽ 50 രൂപ വരെയാണ് 1 കിലോഗ്രാം ചാണകത്തിന്റെ വില. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലെ ചാണകത്തിന് ആവശ്യവുമായി എത്തിയാൽ ഇന്ത്യയിൽ വില വീണ്ടും ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അതിനിടെ 2022 ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലെ ഒരു കമ്പനിക്ക് വേണ്ടി ചാണകം കയറ്റുമതി ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളിലെയും 2 കമ്പനികളാണ് ഇത്തരമൊരു അപൂർവ ചരക്ക് കൈമാറ്റ കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യക്കും കുവൈറ്റിലും ഇടയിലുള്ള ഇത്തരത്തിലുള്ള ആദ്യ ചരക്ക് കയറ്റുമതിയായിരുന്നു അത്. ഈന്തപ്പനകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ചാണകം അത്യുത്തമമാണെന്ന് ഇന്ത്യൻ യൂണിയൻ ഓഫ് ഓർഗാനിക് ക്രോപ്സ് ഗ്രോവേഴ്സ് പ്രസിഡന്റ് അതുൽ ഗുപ്തയും പറയുന്നുണ്ട്. ഈന്തപ്പനകളുടെ വലുപ്പത്തിലും ഗുണനിലവാരത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ ചാണകത്തിനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഇത്തരമൊരു ജൈവ വസ്തു കുവൈറ്റിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇതാദ്യമാണെന്നും ഇന്ത്യൻ കമ്പനി ഡയറക്ടർ പ്രശാന്ത് ചതുർവേദിയും പറഞ്ഞു. കസ്റ്റംസ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ രാജസ്ഥാനിൽ നിന്നാണ് ചാണകം കണ്ടെയ്നറുകളിൽ കയറ്റുന്ന ജോലികൾ പൂർത്തിയാക്കിയത്. 1300 മില്യൺ ടൺ ചാണകമാണ് ഒരു വർഷം ഇന്ത്യയിൽ ലഭ്യമാകുന്നത്. ഇതിൽ വെറും 15% മാത്രമാണ് കൃഷിക്കും മറ്റുമായി ഉപയോഗിക്കുന്നത്. ബാക്കി 85% ഉപയോഗിക്കാതെ നശിച്ചു പോകുന്നു. ഇന്ത്യയിൽ നിന്ന് മാലദ്വീപ്, അമേരിക്ക, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കും ചാണകം കയറ്റുമതി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചാണകം കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. രാജ്യത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന 174 കയറ്റുമതിക്കാരുണ്ട്. ചാണകം ഉണക്കി ചാക്കിലാക്കിയതിനിപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. ചാക്കൊന്നിന് 150 രൂപ മുതൽ മുകളിലേക്കാണ് കർഷകർ ഈടാക്കുന്നത്. വൻകിട ഫാമുകാർ യന്ത്രസഹായത്തോടെ ചാണകം ഉണക്കുമ്പോൾ ചെറുകിട ഇടത്തരം കർഷകർ മഴ നനയാതെ ഷെഡ് കെട്ടി അതിൽ ചാണകം നിരത്തിയിട്ട് ഉണങ്ങിയതിനു ശേഷം ചാക്കുകളിലാക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.